ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് BMW M5 അത് CS എങ്ങനെ GTA 5 നമുക്ക് ആഡ് ചെയ്യാനാണ്. ഓക്കെ, മോഡ് എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സബ് ചെയ്യാൻ പറയുക, ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, എന്താ ഫസ്റ്റ് നമ്മളെ GTA 5 BMW മോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ BMW മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് എന്താ ഈ ഒരു പേജിൽ കാണാത്ത. ഓക്കെ, ഈ ഒരു പേജിൽ കാണാത്ത. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പച്ച ഡൗൺലോഡ് ബട്ടൺ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡൗൺലോഡ് ബട്ടൺ നിൽക്കുന്ന നേരം ഇവിടെ ഡൗൺലോഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ വിങ്സാർ വേണം. ഓക്കെ, ഇതിന് വിങ്സാർ വേണം. അപ്പോൾ വിങ്സാർ കയറ്റാത്തവരുടെ ഇങ്ങനെ തന്നെ വിങ്സാർ കയറ്റുക. ഓക്കെ, വിൻസാർ കയറ്റി കഴിഞ്ഞു. നെക്സ്റ്റ് അത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ ഐ വി ആണ്. അപ്പോൾ ഇതിന് ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഓപ്പൺ ഐ വി എങ്ങനെ കയറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുക, ഡൗൺലോഡ് ചെയ്യുക, ഇതൊക്കെ എടുക്കുക, ഇംഗ്ലീഷ് എടുക്കുക, നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. ഓക്കെ, ആക്സെപ്റ്റ് കൊടുത്ത് അഗ്രി കൊടുത്താൽ അവിടെ പാത്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ എടുക്കുക. പോയി സാധനം ഡൗൺലോഡ് ചെയ്യാൻ വരും. അപ്പോൾ യെസ് കൊടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ മറ്റേ BMW മോഡ് കയറ്റി കഴിഞ്ഞ കൊണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഇതാ. ഓക്കെ, ഓക്കെ, നമ്മളെ മോഡ് എന്താക്കാന്ന് വെച്ചാൽ ഓപ്പൺ ഓക്കെ, ഈ ഒരു മോഡ് ഉണ്ടാവുമല്ലോ, ഈ ഒരു BMW M5 CS മോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വിൻഡോർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൾഡർ കിട്ടും. ആ ഫോൾഡറിൽ നിന്ന് BMW M5 ഫോൾഡർ നമ്മൾ എന്താക്കണം എന്നറിയാം. നമ്മൾ ഗെയിം ഫോൾഡർ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഗെയിം ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഗെയിം ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ മോഡ്സ് പോവാം. മോഡ്സ് പോയിട്ട് ഇത് ഇങ്ങോട്ടാക്കിയിട്ട് ഓക്കെ, മോഡ്സ് പോയിട്ട് അപ്ഡേറ്റ് പോയിട്ട് X64 പോവുക, DLC പാക്ക് പോവാം. ഗെയിം ഫോൾഡറിൽ കയറിയിട്ട് മോഡ്സ് പോയിട്ട് അപ്ഡേറ്റ് പോയിട്ട് X64 പോയി DLC പാക്ക് പോയിട്ട് ഈ ഒരു ഫയൽ ഉണ്ടാവില്ല, ഈ റീഡ്മിയും BMW M5 ഈ BMW M5 നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ വന്ന് നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ഐ വി നമ്മളിപ്പോൾ കയറ്റി ഓപ്പൺ ഐ വി ഓപ്പൺ ചെയ്യും. ഓക്കെ, ഓപ്പൺ ഐ വി ഓപ്പൺ ചെയ്യുന്ന നേരം എന്താ വിൻഡോസ് സെലക്ട് ചെയ്യാൻ പറയും. ആ വിൻഡോസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരും. ഓക്കെ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വിൻഡോസ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് കയറുകയാണെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ഫയൽ സെലക്ട് ചെയ്യാൻ പറയും. മീൻസ് GTA 5 ഫയൽ എവിടെയാണോ വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുക, സെലക്ട് ഫോൾഡർ കൊടുത്തുകൊണ്ട് കയറുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ ഈ സാധനത്തുമ്പോൾ നിൽക്കുക. എന്നിട്ട് ഇതൊക്കെ ഇൻസ്റ്റാൾഡ് ആണോ നോക്കുക. ഓക്കെ, ഇൻസ്റ്റാൾഡ് അല്ലേ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ എഡിറ്റ് മോഡ് ചെയ്തിട്ട് യെസ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റീഡ്മി അതല്ല, ഈ ഒരു BMW പേരുണ്ടാവുമല്ലോ, ഈ BMW ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുന്ന നേരം ഈ ഒരു ബ്ലൂ ഇതിൽ വരും, ഇല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അത് നെയിം മാത്രം നമ്മൾ കോപ്പി ചെയ്യാം. നെയിം കോപ്പി ചെയ്തിട്ട് മോഡ്സ് പോയിട്ട് ലൈക്ക് ഓപ്പൺ ആയി വരുന്ന മോഡ്സ് പോയിട്ട് അപ്ഡേറ്റ് RPF പോയി കോമൺ ഡാറ്റയിൽ പോവുക. DLC list .xml ഏറ്റവും അടിയിൽ XML ടെക്സ്റ്റിൻ്റെ ഇതിൽ രണ്ടാമത്തെ DLC list .xml അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുത്തിട്ട് അടിയിലേക്ക് പോയിട്ട് ലാസ്റ്റുള്ള ഈ ഒരു ആരോമൽ കാണാൻ പറ്റും. ആരോൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് Ctrl+D അടിക്കുക. അന്നപ്പോൾ അടിയിൽ ഒന്നുകൂടി വരും. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ഈ ഒരു സ്ലാഷിൻ്റെ നടുവിലുള്ള പേരുണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുക. ഒന്ന് പോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കോപ്പി ചെയ്ത് വെച്ചാൽ ഈ ഒരു പേര് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുക. ഒക്കെ ക്ലോസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഗെയിം കയറിയിട്ട് കാണാം. ഓക്കെ, ഗെയിം കയറിയിട്ട് കാണാം.
കാർ എങ്ങനെ ഓക്കെ അതിലേക്ക് അതെ നമ്മളതിൽ ആഡോൺ സ്പോണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് F5 അടിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മെന്യൂൻ്റെ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്പോണർ ഉണ്ടെങ്കിൽ F5 അടിക്കുക എന്നിപ്പോൾ ഇങ്ങനെ വരും. അവിടെ സെർച്ച് വെഹിക്കിൾ പോവുക. അവിടെ നമ്മൾ അഡോൺ വെഹിക്കിൾ ആക്കി കൊടുക്കും. ഓക്കെ അഡോൺ വെഹിക്കിൾ ആക്കി ഗെയിം വെഹിക്കിൾ മാറ്റി അഡോൺ വെഹിക്കിൾ ആക്കിയിട്ട് അവിടേക്ക് പോകുന്നത് BMW X5 എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് സ്പോൺ ചെയ്യും. വെഹിക്കിൾ ഓപ്ഷനിൽ പോവുക, വെഹിക്കിൾ സ്പോണറിൽ പോവുക, അഴിച്ച് പഠിപ്പിച്ച് ഫുഡ് മോഡലിൽ പോയിട്ട് അവിടെ നമ്മൾ BMW സ്പേസ് ഇടാണ്ട് M5 ഒന്നുകൂടി അടിച്ചാൽ മതി. ഇതാണ് വണ്ടി. ഓക്കെ ഇതാണ് വണ്ടി. ഇതാണ് വണ്ടി. ഇപ്പോൾ വണ്ടി എന്ന് വെച്ചാൽ നല്ല വണ്ടിയാണ്. എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ്. നല്ല നല്ല ടെക്സ്റ്ററാണ്, നല്ല രീതിയിലാണ് ഇന്റീരിയർ കാണിച്ചു തരാൻ പറ്റും. എന്നിട്ട് എക്സ്റ്റീരിയർ കാണിച്ചു. ഇന്റീരിയർ എന്ന് വെച്ചാൽ ഇതാണ് ഇതാണ് ഇന്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ സൗണ്ട് എക്സ്റ്റീരിയർ കാണിച്ചു തരാം. ഓക്കെ എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ ഇതാണ്. സൈഡ് വരുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ്. മാസ് ലുക്ക് ബേക്ക് ഇതായി ഇങ്ങനെയാണ്. ഇതിന് കസ്റ്റമൈസേഷൻ അങ്ങനത്തെ ഉണ്ടോ നമ്മൾ നോക്കാം. കസ്റ്റമൈസേഷൻ അങ്ങനെയൊന്നുമില്ല.